കണ്ണൂരിൽ ടോൾ പിരിവിനെതിരെ ഡിവൈഎഫ്ഐ നടത്തിയ മാർച്ചിൽ സംഘർഷം. മുഴപ്പിലങ്ങാട് മാഹി ബൈപ്പാസ് ടോൾ പിരിവിനെതിരെയാണ് പ്രതിഷേധം. ബാരിക്കേഡ് മറികടന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകർ. പോലീസും പ്രവർത്തകരുമായി കയ്യാങ്കളിയും. പണി പൂർത്തീകരിക്കുന്നതുവരെ ടോൾ പിരിവ് നിർത്തണമെന്നാണ് ആവശ്യം. അർജുൻ കല്യാടുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. അർജുൻ, ഇപ്പോഴും സ്ഥലത്ത് പ്രതിഷേധം തുടരുകയാണോ? കീർത്തന, നിലവിൽ പ്രതിഷേധം ഒരു അയഞ്ഞ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. പ്രതിഷേധത്തിനിടയിൽ 5 ഡിവൈഎഫ്ഐ പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. പിന്നീട് അവരെ വിട്ടയച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഈ മുഴപ്പിലങ്ങാട് മാഹി ബൈപ്പാസുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായ അല്ലെങ്കിൽ അതിന്റെ ടോൾ പിരിവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിട്ടുള്ള വിഷയങ്ങളാണ് ഇങ്ങനെ ഒരു പ്രതിഷേധത്തിലേക്ക് ഡിവൈഎഫ്ഐ എത്തിച്ചത്. ഇത്തരത്തിലൊരു ടോൾ വർധനവ് ആ ടോളിൽ നടപ്പിലാക്കുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണി പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ ടോൾ പിരിവ് അനുവദിക്കാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതാണ് ഡിവൈഎഫ്ഐ ആവശ്യപ്പെട്ടത്. ഈ പറയുന്ന ബൈപ്പാസിനിടയിൽ ഒരു മേൽപ്പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധിയായിട്ടുള്ള വാഹനങ്ങൾ ഇപ്പോഴും കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത് സർവീസ് റോഡ് വഴിയാണ്. പക്ഷേ ടോൾ പിരിവ് ഒരു വശത്ത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതായത് പണി പൂർണ്ണമായി പൂർത്തിയാക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ ആ അത്തരത്തിൽ പണി നടന്നുകൊണ്ടിരിക്കെ തന്നെ ടോൾ ഇങ്ങനെ പിരിക്കുകയും ആ പിരിക്കുന്ന തുക തന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഡിവൈഎഫ്ഐ മാർച്ച് നടത്തിയത്. ഡിവൈഎഫ്ഐയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം എം ഷാജർ, അതുപോലെ തന്നെ ജില്ലാ സെക്രട്ടറി മുഹമ്മദ് അഫ്സൽ, ജില്ലാ പ്രസിഡന്റ് കെ അനുശ്രീ തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഈ പ്രതിഷേധ മാർച്ചിന്റെ മുൻനിരയിലുണ്ടായിരുന്നു. ഈ മാർച്ച് ബാരിക്കേഡ് വെച്ച് ഈ ബൈപ്പാസിൽ വെച്ച് തന്നെ പോലീസ് തടഞ്ഞിരുന്നു. പക്ഷേ പ്രതിഷേധവുമായി എത്തിയിട്ടുള്ള ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഈ ബാരിക്കേഡ് മറികടന്നുകൊണ്ട് ഈ ടോൾ ബൂത്തിന്റെ സമീപത്തേക്ക് പോകാൻ നോക്കിയതാണ് പോലീസും ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകരും തമ്മിൽ ഒരു കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. എന്തായാലും 5 ഡിവൈഎഫ്ഐ പ്രവർത്തകരെ പോലീസ് ആ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് സ്റ്റേഷനിൽ എത്തിച്ചതിന് ശേഷം വിട്ടയക്കുകയും ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം യൂത്ത് ലീഗിന്റെയും അത്തരത്തിൽ വിവിധ യുവജന സംഘടനകളുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇതേ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുകയും ചെയ്തതാണ്. കീർത്തന, പണി പൂർത്തിയായിട്ടില്ല, അതിന് മുൻപാണ് ഈ ടോൾ പിരിവ്, അതുകൊണ്ടാണ് നിർത്തണമെന്ന ആവശ്യം ഇപ്പോൾ ഉന്നയിക്കുന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കും. അധികൃതർ നൽകുന്ന അധികൃതരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വിശദീകരണമോ മറുപടി എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ അർജുൻ? കീർത്തന, നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അധികാരികളുടെ ഭാഗത്തു നിന്നും കൃത്യമായ രീതിയിൽ അല്ലെങ്കിൽ എന്താണ് ഇതിൽ സ്വീകരിക്കാൻ വേണ്ടി പോകുന്ന തുടർ നടപടികൾ, എപ്പോഴാണ് പണി പൂർത്തീകരിക്കാൻ വേണ്ടി പോവുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഒരു വ്യക്തതയുമില്ല. പലരോട് ചോദിക്കുമ്പോൾ പലതരത്തിലുള്ള മറുപടിയാണ് ലഭിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ മാത്രമല്ല ഈ വിവിധ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധങ്ങൾ ശക്തമായ രീതിയിൽ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലും നടന്നിരുന്നു. ഇതേ വിഷയത്തിൽ തന്നെ തുടർന്നും സമരങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് ഈ ഡിവൈഎഫ്ഐ നേതാക്കളെല്ലാം തന്നെ വ്യക്തമാക്കിയത്. ഈ ടോള് തുടർന്നും പിരിക്കാനാണ് ഉദ്ദേശമെങ്കിൽ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഇതിന്റെ ഭാഗമായി ഉയർന്നു വരും എന്നുള്ള കാര്യം കൂടി ഡിവൈഎഫ്ഐ വ്യക്തമാക്കുന്നുണ്ട്. നിലവിൽ ഈ പറയുന്ന ഈ ടോൾ പിരിവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ബൈപ്പാസിന്റെ ഉദ്ഘാടന സമയത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വിവാദങ്ങൾ ഉണ്ടായതാണ്. കാരണം ടോൾ പിരിക്കുന്നതിന് അനുവദിക്കില്ല അല്ലെങ്കിൽ ടോൾ പിരിവ് അനുവദിക്കില്ല എന്നുള്ള നിലപാട് വിവിധ യുവജന സംഘടനകൾ, അന്ന് ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ള സംഘടനകൾ പ്രതിഷേധവും സമരവും ഒക്കെ നടത്തിയതാണ്. പക്ഷേ അവിടെ പിന്നീട് ടോൾ പിരിവ് തുടരുകയായിരുന്നു. അതിനിടയിലാണ് ഈ പറയുന്ന ഒരിടത്ത് ഈ ബൈപ്പാസിനിടയിൽ ഒരിടത്ത് അതിൻ്റെ ഒരു മേൽപ്പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചുകൊണ്ട് സർവീസ് റോഡ് വഴി വാഹനങ്ങൾ കടത്തിവിട്ട് തുടങ്ങിയത്. അപ്പോൾ ആ ഘട്ടത്തിൽ കൂടിയാണ് ഈ ടോള് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് കൂടി ഈ പറയുന്ന അധികാരികൾ എത്തുന്നത്. അതോടുകൂടിയാണ് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് ഈ യുവജന സംഘടനകൾ കടന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങളും സമരങ്ങളും ഒക്കെ ഉയർന്നു വരികയാണ്. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ മാത്രമല്ല വിവിധ യുവജന സംഘടനകളും ഇതേ വിഷയത്തിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഇതിനകം തന്നെ ഉയർത്തിയിട്ടുണ്ട്. അവരെല്ലാം പറയുന്നത് തുടർന്നും ഈ പറയുന്ന തീരുമാനവുമായി ടോളിന്റെ അധികാരികൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ സ്വാഭാവികമായും വലിയ പ്രതിഷേധം ഉണ്ടാകുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി ഈ സംഘടനകൾ നൽകുന്നുണ്ട്. അർജുൻ കല്യാടാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.